ഞാൻ ഇതുപോലെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് 2-3 മിനിറ്റ്. അപ്പോൾ ഇതിൽ ബാക്കിയൊന്നും നമ്മൾ ഈ മുളക് പൊടിയൊക്കെ തേച്ചത് ആ പൊടിയൊന്നും നമുക്കിതിൽ ചേർക്കേണ്ട ആവശ്യമില്ല. മുട്ടയിലുള്ളത് മാത്രം മതി കേട്ടോ. അപ്പോൾ അതുകൂടി ചേർക്കുമ്പോൾ കരിഞ്ഞു പോകും. കരിഞ്ഞു പോകാതിരിക്കാനാണ് നമ്മൾ ഈ മുട്ടയിലുള്ളത് മാത്രം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഇത്രയും മുരിഞ്ഞിട്ടുണ്ട്. അത് മാറ്റി വെച്ചിട്ട് മറ്റൊരു പാൻ വെച്ച് കൊടുക്കുക. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. നമ്മുടെ ബിരിയാണിയിൽ എപ്പോഴും പ്രധാനമായിട്ടും നെയ്യൊക്കെ ഉണ്ടെങ്കിലാണ് കൂടുതലൊരു ടേസ്റ്റ്. അപ്പോൾ താല്പര്യമാണെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതാണ്ട് ഒരു 3 സവാളയാണ്, ചെറിയ 3 സവാളയാണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ കട്ട് ചെയ്ത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ആദ്യം തന്നെ ചതച്ച് വെച്ചതുണ്ടല്ലോ, അത് താണ്ടേ അതിൽ നിന്ന് നമുക്കിത് ഇത്രയും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇനി ചോറ് വയ്ക്കുമ്പോഴത്തേക്ക് അതിൽ ചേർക്കാൻ വേണ്ടി ഒരു ഇച്ചിരി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും പോയിട്ട് ബാക്കി ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു 1/2 ടേബിൾ സ്പൂൺ മാറ്റി വെച്ചാൽ മതിയാകും. അപ്പോൾ ഇതുപോലെ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിതിനൊന്ന് അടച്ച് വെച്ച് ഒരു ചെറിയ സമയം നമുക്കതൊന്ന് വാടി കിട്ടുന്ന രീതിയിൽ ഒന്ന് ആക്കിയെടുക്കണം. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ ദാണ്ട് ഞാൻ ഇതുപോലെ